ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ട് നോക്കുക. അതിൻ്റെ മൂന്നാം പാർട്ടാണ്. നമുക്ക് നട്ട്സ് ഹാമ്പറാണ് ചെയ്യാനുള്ളത്. നട്ട്സ് ഹാമ്പറിൻ്റെ ബോക്സ് നമുക്ക് അവൈലബിൾ അല്ലാത്തത് കാരണം നമുക്ക് എന്തായാലും മേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരു കട്ടിയുള്ള കാർഡ്ബോർഡ് എടുത്തിട്ട് അത് വെച്ചിട്ട് ചെയ്യാനാണ് പോകുന്നത്. നമുക്ക് അല്ലാണ്ട് വേറെ വഴിയില്ല. നമുക്ക് ഇവിടുത്തെ ഷോപ്പിൽ നമുക്ക് കിട്ടത്തില്ല. ഉണ്ടായാൽ തന്നെ തീർന്നു പോയാൽ പിന്നെ നമുക്ക് അവർ കൊണ്ടുവന്നാൽ നട്ട്സ് ബോക്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടുത്തെ ഷോപ്പിലില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ സ്റ്റോക്കിൽ സാധനം കൊണ്ടുവന്നത് ഇല്ലാത്തത് കാരണമാണ് നമ്മളിങ്ങനെ കാർഡ്ബോർഡ് വെച്ചിട്ട് ചെയ്തെടുത്തത്. പിന്നെ കസ്റ്റമറോട് ചോദിച്ചപ്പോൾ അവർക്കും കുഴപ്പമില്ല, നിങ്ങളുടെ രീതിയിൽ ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനെ ബോക്സിൽ നട്ട്സ് നമ്മൾ ലൂസായിട്ട് പാക്ക് ചെയ്ത് എടുപ്പിച്ചതാണ്. അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ഞാൻ ഒരു കട്ടിയുള്ള കാർഡ്ബോർഡ് എടുത്ത് കട്ട് ചെയ്തെടുക്കാം. അതിന് കറക്റ്റാക്കിയിട്ട് സ്ക്വയർ കട്ട് ചെയ്തെടുക്കലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കട്ട് ചെയ്യുന്ന ടൈമിൽ അത് കറക്റ്റ് അളവാകണം. നല്ല രീതിയിൽ അളന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നത് കൊണ്ട് അത്യാവശ്യം സ്പീഡ് കൂട്ടിയിട്ടാണ് എല്ലാ വീഡിയോയും ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. വല്ലാണ്ട് വായ ഇങ്ങനെ മാറിപ്പോകലുണ്ട്. നമുക്ക് ഇങ്ങനെ മലയാളം പറഞ്ഞ് ശീലമില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ മലയാളം പറയുന്നത് കാരണം നമുക്കിങ്ങനെ കുറച്ച് നേരം ആ വേർഡ്സ് കിട്ടാണ്ട് വരലുണ്ട്. അപ്പോൾ കുറേ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പോയാൽ ശരിയാവും. അതാണ് സംഭവിക്കുന്നത്. ചില നേരത്തെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. വാക്ക് കിട്ടണില്ല. നമ്മൾ പറയാൻ വേണ്ടിയിട്ട് എടുക്കുന്നതല്ല യോജിച്ച വാക്ക്. അങ്ങനെ തോന്നി പിന്നെ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ വീണ്ടും പറയും. ഇതാണ് അവസ്ഥ. ഇനി നമുക്ക് തെർമോക്കോൾ കട്ട് ചെയ്ത് താഴത്തെ ബേസിനേക്കാളും 1 ഇഞ്ച് കുറച്ചിട്ടാണ് നമുക്ക് മുകളിലത്തെ ബേസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാനത് തെർമോക്കോളിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് അളന്ന് കട്ട് ചെയ്ത് മാറ്റി അതിലൊട്ടിച്ച് കൊടുക്കാം. തെർമോക്കോൾ വെച്ചിട്ട് കട്ട് ചെയ്താൽ പിന്നെ പറയണ്ട, ആ ഭാഗം മൊത്തം അങ്ങനെ അലങ്കോലമായി കിടക്കലാണ്. എല്ലാ ക്രാഫ്റ്റേഴ്സിനും അറിയാവുന്നതേ ഉള്ളൂ അവരുടെ റിസ്ക് എന്താണെന്ന്. നമ്മൾ അകത്ത് വെച്ചിട്ടാണിത് ചെയ്യുന്നതെങ്കിൽ മൊത്തം തെർമോക്കോളായിട്ട് നമുക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടായി പോകലുണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് വെച്ചിട്ടാണ് തെർമോക്കോളിൻ്റെ ഹാമ്പറിൻ്റെ വർക്ക് വന്നാൽ ചെയ്യലുള്ളത്. പിന്നെ ഒരുവിധം എല്ലാം പുറത്ത് വെച്ചിട്ടാണ് ചെയ്യലുള്ളത്. പുറത്ത് വെച്ച് ചെയ്താൽ നമുക്ക് അത്ര പണി കുറഞ്ഞ് കിട്ടുമല്ലോ. അല്ലെങ്കിൽ അകത്ത് വെച്ച് ചെയ്താൽ മൊത്തം ഇങ്ങനെ വേസ്റ്റായിട്ട് വല്ലാണ്ട് അലങ്കോലമായി പോകലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പുറത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് 2 ബേസും ചാർട്ട് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം. മുകളിലത്തെ ബേസ് ചാർട്ട് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യുന്നില്ല. അത് നമുക്ക് പാറ്റേൺ ഷീറ്റ് വെച്ചിട്ട് ഡയറക്റ്റ് അങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി. പിന്നെ താഴത്തെ ബേസ് ചാർട്ട് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഞാൻ കട്ടിയുള്ള ബോർഡ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കട്ട് ചെയ്ത് വരുമ്പോൾ നല്ല നീറ്റായിട്ട് കിടക്കണമെങ്കിൽ നല്ല കട്ടിയുള്ള ബോർഡ് എടുത്താൽ നല്ലതായിരിക്കും. നമ്മുടെ ഈ വല്ലാണ്ട് തിക്നെസ് കുറഞ്ഞ ബോർഡ് ഉണ്ടാവത്തില്ല, അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർട്ട് ഒട്ടിക്കുന്ന ടൈമിൽ സൈഡൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഒരു വൃത്തി ഉണ്ടാവലില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ എ സി വരുന്നതിൻ്റെ ബോക്സോ അല്ലെങ്കിൽ നമുക്ക് ഇത്ര കട്ടിയുള്ള പല ബോക്സും വരലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയെടുക്കലാണ്. നമുക്ക് എല്ലാ ബോക്സും ഇങ്ങനെ യൂസ് ചെയ്താൽ അത്ര നീറ്റിൽ കിട്ടത്തില്ല, അത്ര ഭംഗി ഉണ്ടാവില്ല.
സംഭവം നമുക്ക് ഓക്കെ സെറ്റായി കിട്ടും. എന്നാലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു പെർഫെക്ഷൻ വേണമല്ലോ. അപ്പോൾ നമുക്ക് അവൈലബിളായ സാധനം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് എത്രയും നല്ല രീതിയിൽ വൃത്തിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും അത് നമ്മൾ ആലോചിച്ചിട്ട് വേണം ഓരോ കാര്യവും ചെയ്തു കൊടുക്കാൻ. നോക്കിക്കഴിഞ്ഞാൽ ഇത് ചെറിയ ഒരു ജോലിയേ ഉള്ളൂ. ഹാമ്പറിൻ്റെ വർക്കല്ലേ, എല്ലാവർക്കും ഉണ്ട് ഹാമ്പറിൻ്റെ വർക്കല്ലേ, അത് ഒരു വർക്കായിട്ട് കാണാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ എത്രയോ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് ഓരോ പ്രൊഡക്റ്റും ഉണ്ടാക്കി കസ്റ്റമർക്ക് കൊടുക്കുന്നത്. എല്ലാ വർക്കിനും അതിൻ്റേതായ റിസ്ക് ഉണ്ടല്ലോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടി റിസ്ക് കൂടുതലാണ്. നമുക്കിപ്പോൾ റെഡിമെയ്ഡ് ബോക്സ് കിട്ടുവാണെങ്കിൽ നമ്മൾ അതിൽ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല. നട്ട്സ് വാങ്ങിച്ചിട്ട് വെച്ചിട്ട് ഒരു റാപ്പിട്ട് കവർ ചെയ്താൽ ക്ലിയർ, നമുക്ക് വേഗം അത് കഴിഞ്ഞ് കിട്ടും. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല, നമ്മൾ മേക്ക് ചെയ്തെടുക്കുന്നതാണ്. ഞാൻ ക്രാഫ്റ്റിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എൻ്റെ കയ്യിൽ ഒരു മെറ്റീരിയലും ഇല്ലായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ ചെയ്തതെന്ന് എന്താണെന്ന് വെച്ചാൽ ഇതേമാതിരി കട്ടിയുള്ള കാർഡ്ബോർഡ് കിട്ടിച്ചിട്ട് ബോക്സ് മേക്ക് ചെയ്താണ് ഞാൻ ഫസ്റ്റ് എൻ്റെ ഹാമ്പർ സെയിൽ ചെയ്ത് തുടങ്ങിയത്. ആ ടൈമിൽ ബോക്സ് ഒന്നും നമുക്കിവിടെ ഷോപ്പിൽ കിട്ടണില്ലായിരുന്നു. പിന്നെയാണ് ഷോപ്പ് വന്നതും. ഒരു ഷോപ്പാണ് ക്രാഫ്റ്റിൻ്റെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ വന്നത് ഇപ്പോൾ 2-3 വർഷം മുന്നെയാണ്. ഞാൻ തുടങ്ങിയ ടൈമിലൊന്നും എനിക്ക് ബോക്സ് കിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് കൊച്ചിയിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് അത് പർച്ചേസ് ചെയ്യാനും ആളെ കിട്ടില്ല. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പിന്നെ എനിക്കിങ്ങനെ കിട്ടുന്ന കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ചെയ്തു തുടങ്ങിയത്. ഇപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് എന്തായാലും എന്തെങ്കിലും എളുപ്പത്തിന് ഓടിപ്പോയാലും നമുക്ക് ബോക്സ് കിട്ടും. സെറ്റ് ചെയ്ത് കൊടുക്കൽ അത്ര റിസ്ക് ഒന്നുമല്ല. അപ്പോൾ നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ ചില നേരത്ത് ഇങ്ങനെ മേക്ക് ചെയ്യേണ്ടി വരലുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കും ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ അതിൻ്റേതായ പെർഫെക്ഷനിൽ ചെയ്ത് കൊടുക്കുക വേണം. അതിനാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ കട്ടിയുള്ള കാർഡ്ബോർഡ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ബേസിൽ ഞാൻ റിബൺ വെച്ചിട്ട് നോക്കലാണ്. ഭംഗി ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. നമ്മൾ ഒരു കാര്യം ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് രീതിക്ക് വെച്ച് നോക്കിയിട്ടാണ് അവസാനം ഫൈനൽ ഔട്ട്പുട്ടിൽ അത് എത്തുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെ വെച്ചാൽ ഭംഗി ഉണ്ടാവുമെന്ന് നോക്കലാണ്. എന്ത് വേസ്റ്റ് കിട്ടിയാലും, അതായത് നമ്മൾ ഒരുപാട് വസ്തുക്കൾ വെറുതെ കളയലുണ്ടല്ലോ. ഈ ക്രാഫ്റ്റിൻ്റെ ഇത് തുടങ്ങിയ ശേഷം എന്ത് കിട്ടിയാലും എടുത്ത് സൂക്ഷിച്ച് വെക്കലാണ്. ചില നേരത്ത് നമുക്ക് ഫുള്ള് വർക്ക് കഴിഞ്ഞാലും ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടത്തില്ല. ചിലപ്പോൾ ആ വേസ്റ്റാക്കി നമ്മൾ എവിടെ നിന്ന് എടുത്ത് വെച്ചാൽ ആ ഒരു വസ്തു വെച്ചിട്ട് എന്തെങ്കിലും ഒരു അലങ്കാരയുടെ പണി കൊടുത്താൽ അത് അത്ര ഭംഗിയായിട്ട് ഫീൽ ചെയ്യലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സൂക്ഷിച്ച് വെക്കലാണ്. ഈ സ്റ്റോൺ ഒന്ന് വാങ്ങിച്ചാൽ കിട്ടും, പക്ഷേ നമ്മളിങ്ങനെ എടുത്ത് വെക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് സ്റ്റോൺ ഇങ്ങനെ കിട്ടലുണ്ട്. അങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു. ബ്രൈറ്റ് ടൂബിക്കോ എന്തോ യൂസ് ചെയ്ത അതിൻ്റെ സ്റ്റോണ് ഞാൻ പിന്നെ അയച്ച് മാറ്റിയിട്ടാണ് ഇതിനിങ്ങനെ യൂസ് ചെയ്തത്. പക്ഷേ അത് ഒട്ടിച്ച് വന്നപ്പോൾ ഓക്കെ, നല്ല ഭംഗിയായിട്ട് തോന്നി. നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോ കണ്ടിട്ട് തോന്നി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും പെർഫെക്റ്റായിട്ട് തോന്നുമെങ്കിലും മറ്റൊരു കണ്ണിലൂടെ നോക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉള്ള ഓരോ വീഡിയോസും നിങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പ്ലീസ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്നാലാണ് എനിക്ക് അടുത്ത വർക്ക് വരുമ്പോൾ അത് റെഡിയാക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ആ കമൻറ്റ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. പ്ലീസ് ഇത് കാണുന്ന ആരായാലും ഒരു ക്രാഫ്റ്റേഴ്സ് ആണെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ നമ്മൾ ഒട്ടിക്കുന്ന പാറ്റേൺ ഷീറ്റ് നമുക്ക് ഇവിടെ നിന്ന് പ്രിൻ്റ് ഷോപ്പിൽ നിന്ന് പോയാൽ സ്റ്റിക്കർ ഷീറ്റിൽ പ്രിൻ്റ് എടുത്ത് തരാൻ പറഞ്ഞാൽ അവർ എടുത്ത് തരുന്നതാണ്. അതിൽ നമുക്ക് ഏത് പാറ്റേൺ വേണമെങ്കിൽ നമുക്ക് എടുത്ത് ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് തരും. പിൻട്രസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നല്ല പാറ്റേൺ ഷീറ്റ് കിട്ടും. അപ്പോൾ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പ്രിൻ്റ് എടുപ്പിച്ച് എടുത്തതാണ് ഞാൻ. അങ്ങനെയാണ് എടുക്കലുള്ളത്. അങ്ങനെ എടുത്ത 2 ഷീറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഈ വൈറ്റ് സ്റ്റിക്കർ ഷീറ്റ്. നമുക്ക് സ്റ്റിക്കർ ഷീറ്റ് ഇങ്ങനെ A4 സൈസ് ഇവിടെ കിട്ടലില്ല. പിന്നെ നമുക്ക് കിട്ടും പാറ്റേൺ ഷീറ്റ്. അപ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന തീമിലോട്ട് കറക്റ്റ് നമുക്ക് അതേമാതിരി പാറ്റേൺ ഷീറ്റ് കിട്ടലില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് തവണ ഇങ്ങനെയാണ് പ്രിൻ്റ് എടുത്തിട്ടാണ് ഓരോ ബോക്സിലും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കൽ. ആ ഒരു പാറ്റേൺ ഷീറ്റിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട്. ഇനിയിപ്പോൾ എല്ലാ ബോക്സും നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം.
നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ നമുക്ക് ഹാമർ സെറ്റ് ചെയ്യാൻ പറ്റണില്ല. കാരണം നമുക്കിപ്പോൾ ഒരു ലേസർ കട്ട് എടുക്കണമെങ്കിൽ ഒരു കാര്യം മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. നമുക്കിപ്പോൾ ഒരു ലേസർ കട്ട് എടുക്കണമെങ്കിൽ തന്നെ നമുക്കിവിടെ ഷോപ്പില്ല. ലേസർ കട്ട് പ്രിൻ്റ് എടുത്തിട്ട് അതായത് ലേസർ കട്ട് ചെയ്തിട്ട് നമുക്ക് നെയിമൊക്കെ പിൻ ചെയ്ത് കൊടുത്താൽ ഓരോ ഹാമ്പർ കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. പക്ഷേ ഇതൊന്നും നമുക്ക് അവൈലബിൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നമുക്ക് അവൈലബിൾ ഉള്ള വസ്തുക്കൾ വച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നതാണ് ഒരുപാട് ഹാമ്പറും. അപ്പോൾ നമുക്ക് ചിലത് കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കും നമുക്കിങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടായാൽ നല്ലതായിരുന്നു എന്ന്. പക്ഷെ നമുക്ക് അവൈലബിൾ ഇല്ല. പിന്നെ നമുക്കിപ്പോൾ കുറേ ടൈം തന്നിട്ട് ഒരാൾ ഓർഡർ തരുവാണെങ്കിൽ നമുക്കങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കലുണ്ട്. ഇപ്പോൾ എവിടെ നിന്നെങ്കിലും കട്ടൗട്ട് എടുത്ത് കൊണ്ടുവന്നിട്ട് അങ്ങനെ നമ്മൾ ഹാമ്പർ ചെയ്ത് കൊടുക്കലുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് അറിയാവുന്ന ഇതാണെങ്കിൽ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓളെന്ന ബട്ടൺ അമർത്തുക. എന്നാലാണ് ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.